12,000 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം വന്ന് നമ്മുടെ ലോകത്തിൽ നിന്നും കാണാതായി പോയൊരു ജീവി. നമ്മളെ ഗെയിം ഓഫ് ത്രോൺസ് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഡയർ വോൾഫ്. ഈ ഒരു ജീവിനെ സയൻറ്റിസ്റ്റുകൾ വളരെ സക്സസ്ഫുള്ളി ആയിട്ട് ഇപ്പോൾ ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് അവർ സാധിച്ചെടുത്തത്, ഈ ജീവിയുടെ DNA അവർ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പുതിയ പുതിയ അറിവുകൾ നൽകുന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഡൈനോസേഴ്സ് നമ്മുടെ ലോകത്തിൽ നിന്നും വംശനാശം നേരിട്ട് കാണാതായി പോയത്. എന്നാൽ ഈ ഡയർ വോൾഫിനെ സംബന്ധിച്ചിടത്തോളം 12,000 വർഷങ്ങൾ മാത്രമായുള്ളൂ. 65 മില്യൺ വർഷങ്ങളും 12,000 വർഷങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലേ. പല സയന്റിസ്റ്റുകളും ഈ ഡൈനോസേഴ്സിനെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 65 മില്യൺ വർഷങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വംശനാശം നേരിട്ട ജീവിയുടെ DNA കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ അവർ കണ്ടുപിടിച്ച് അവരുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഒരു സംശയം ഉണ്ടാവും, DNA എന്ന് വെച്ചാൽ എന്താണ്, ഇത് 6,50,00,000 വർഷമൊക്കെ നശിക്കാതെ ഈ ഭൂമിയിൽ നിലനിൽക്കുമോ എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും. എനിക്കും ആ സംശയം ഉണ്ടായിരുന്നു. ഈ ഡൗട്ട് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്താലാണ് നമ്മൾക്ക് ഡയർ വോൾഫിന് അവർ റീബർത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ നമുക്ക് DNA പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കാണാം. 65 മില്യൺ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഡൈനോസേഴ്സ് നമ്മുടെ ലോകത്തിൽ നിന്നും വംശനാശം നേരിട്ട് പോയത് എന്ന് നമ്മൾ കണ്ടു. അവസാനത്തെ ഡൈനോസർ മരിക്കുമ്പോൾ കൂടെ നമുക്ക് അതിന്റെ DNA കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൈനോസർ മരിക്കുമ്പോൾ അതിന്റെ സെല്ലുകൾ മുഴുവൻ നശിച്ചു പോകും, അതിന്റെ എല്ല് അടക്കം നശിച്ചു പോകും. എന്നാൽ ഈ DNA എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നശിച്ചു പോകാൻ ഒരുപാട് മില്യൺ വർഷങ്ങൾ എടുക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലക്സ് മോളിക്യൂൾ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സോ 65 മില്യൺ എന്നുള്ളത് ചിലപ്പോൾ ഒരു 100 മില്യൺ എന്ന് പറയുന്ന ആ ഒരു സമയത്തായിരിക്കും ഫുള്ളായിട്ട് നശിച്ചു പോകുക. അതും പറഞ്ഞിട്ട് ഫുള്ളായിട്ട് നശിച്ചു പോകില്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു പുസ്തകം കത്തിപ്പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും കത്തിപ്പോകാതെ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ലേ. അതേപോലെ തന്നെ DNA-യുടെ ചെറിയൊരു ഭാഗം സയൻറ്റിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ മറ്റൊരു ഫേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവർ കണ്ടുപിടിക്കുന്നത് മഞ്ഞു പ്രദേശങ്ങളുണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഈ ഒരു DNA, അതായത് ഡൈനോസേഴ്സ് എന്ന് പറയുന്ന അവർ ഇതിൻ്റെ DNA കണ്ടുകിട്ടുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞു പ്രദേശങ്ങളിൽ കുറച്ചുകൂടി മില്യൺസ് ഓഫ് ഇയേഴ്സ് ആ ഒരു DNA-യും സെല്ലും എല്ലൊക്കെ കുറച്ചുകൂടി ഒന്ന് പ്രിസർവ് ചെയ്യപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ ചൂടുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച്. ഈ DNA കിട്ടി കഴിഞ്ഞാൽ അടുത്ത കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു DNA ചെറിയൊരു ഭാഗമായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആ ഒരു DNA വെച്ചിട്ട് മറ്റ് ഇപ്പം നമ്മളുടെ ജീവികളുമായിട്ട് ആ ഒരു DNA നമ്മൾ താരതമ്യം ചെയ്ത് നോക്കും, എല്ലാ തരത്തിലുള്ള ജീവികളുമായിട്ട്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ സ്യൂട്ട് ആകുന്ന ആ ഒരു ജീവി ഉണ്ടല്ലോ, ആ ജീവിയാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് നമ്മൾ വരിക. എന്നാൽ ഇവിടെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ഡൈനോസേഴ്സിൻ്റെ എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ആ ഒരു DNA കറക്റ്റായിട്ട് സ്യൂട്ട് ആകുന്നത് ബേർഡ്സിൻ്റെ DNA-യുമായിട്ടാണ്. സോ അത് വലിയൊരു ബേർഡാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് വരുന്നു. സോ അത് പറക്കുന്ന ഡൈനോസേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അതിനുശേഷം സയൻറ്റിസ്റ്റുകൾ എത്തിച്ചേരുകയാണ്. ഇനി നമുക്ക് ഡയർ വോൾഫിൻ്റെ കഥയിലേക്ക് വരാം. ഈ ഡയർ വോൾഫിൻ്റെ ഫോസിൽസ് സയൻറ്റിസ്റ്റിന് എവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലുള്ള ഓഹിയോ എന്ന് പറയുന്ന സ്ഥലത്തെ ഷെഡോൺ എന്ന് പറയുന്ന ഒരു ഗുഹയിൽ നിന്നാണ് ഇവർക്ക് ഈ ഒരു ഫോസിലുകൾ, അസ്ഥികൂടങ്ങളും അതേപോലെ തന്നെ പല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ കിട്ടുന്നത്. സോ അവർ അത് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 13,000 വർഷം പഴക്കമുള്ള ഒരു ജീവിയുടെ ഫോസിലാണ് ഇത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവർ എത്തുകയാണ്. അതിനുശേഷം അവർ അവിടെയുള്ള ടെക്സസിലുള്ള ഒരു മ്യൂസിയത്തിൽ ഈ ജീവിനെ ഒരു പ്രദർശന വസ്തുവായിട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരുപാട് പഠനങ്ങൾ നടത്തിയതിനു ശേഷമാണ് കൊളോസസ് ബയോസയൻസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഇപ്പോൾ 12,000 അല്ലെങ്കിൽ 13,000 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ വംശനാശം വന്നുപോയ ആ ഡയർ വോൾഫിന് ഒരു റീബർത്ത് കൊടുക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള സ്റ്റഡീസ് ആൻഡ് പഠനങ്ങൾ ഈ കമ്പനി എപ്പോഴാണ് തുടങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2021 തുടങ്ങുന്നത്. അതായത് നമുക്ക് ആ ഫോസിൽ കിട്ടിയല്ലോ, ആ പല്ലിൽ നിന്ന് കിട്ടിയ ബ്രോക്കൺ DNA ചെന്നായ്കളുടെ DNA-യുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ ഫോസിൽ നിന്ന് കിട്ടിയ DNA ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ചെന്നായയുടെ DNA-യിൽ നിന്ന്. സോ സയൻറ്റിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 സെറ്റ് ജീനുകളെയാണ് ഒരു DNA എന്ന് പറയുക. എന്നിട്ട് അവർ 20 മോഡിഫിക്കേഷൻസ് ഈ DNA-യിൽ കൊണ്ടുവരികയാണ്. സോ ദാറ്റ് മീൻസ് ഒരു ഡയർ വോൾഫിൻ്റെ ഒരു DNA എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ റീക്രിയേറ്റ് ചെയ്തു. ഇനി വേണ്ടത് ഈ ഒരു DNA-ക്ക് ഒരു ജീവൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എഗ്ഗിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ എഗ്ഗിൽ ഓൾറെഡി ഒരു DNA ഉണ്ടാവും. ആ എക്സിസ്റ്റിംഗ് DNA-നെ റീപ്ലേസ് ചെയ്തിട്ട് അവർ ഈ ഡയർ വോൾഫിൻ്റെ DNA അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ്. സോ ആഴ്ചകൾ കഴിയും തോറും അതിൽ ഒരു ജീവൻ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കുന്നു. ഇനി അടുത്ത് എന്താ വേണ്ട, ഇതിന് വേണ്ടിയിട്ടൊരു മദർഹുഡ് വേണം. സോ സയന്റിസ്റ്റുകൾ ഒരു വാടക ഗർഭത്തിൽ ആ ഒരു ജീവനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അവിടെ നിന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന 12,000 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം വന്ന് ഭൂമിയിൽ നിന്നും ഇല്ലാതായിപ്പോയ ഡയർ വോൾഫിന് അവരൊരു റീബർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഡയർ വോൾഫ് ഏകദേശം 6 അടി നീളവും
68 കിലോഗ്രാം വരെ വെയിറ്റ് ഇത് വളരും. ഇതിന് വേണ്ടിയിട്ട് അവർ 2000 ഏക്കർ സ്ഥലം ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് ആ കമ്പനി ഇതുവരെയായിട്ടും പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോൾ പുതിയ റീബർത്ത് ആയിട്ടുള്ള ഒരു ഡയർവോൾഫ് എന്ന് പറയുന്നത് ട്വിൻ ബ്രദേഴ്സ് ആണ്. ശരിക്കും നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് ആ ഒരു ട്വിൻ ബ്രദേഴ്സിനെ കാണുമ്പോൾ ഫീൽ ആകുന്നത്. ഇതൊരു പുതിയ ജീവിക്ക് നമ്മൾ DNA വ്യത്യാസം വരുത്തി അതിന് റീക്രിയേറ്റ് ചെയ്യുന്നത്, റീബർത്ത് കൊടുക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിന് ഉത്തരം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഗ്ഗിനെ കണ്ടില്ല, പഗ് ഇതേപോലെ DNA വ്യത്യാസമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡോഗാണ്. അതിന് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ തന്നെ സാധിക്കില്ല. അതേപോലത്തെ ഒരുപാട് ഇഷ്യൂസ് ഓരോ DNA വ്യത്യാസം വരുത്തുന്ന മൃഗങ്ങൾക്കും ഉണ്ടാകും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മനുഷ്യന്മാരും പ്രകൃതിയും തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് ആണ്. സോ അതിലെങ്ങനെ പറയും, തീർച്ചയായിട്ടും പ്രകൃതി തന്നെയാണ് വിജയിക്കുക. അതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും ഡൈനോസേഴ്സ് വീണ്ടും തിരിച്ചു വരുമോ എന്നുള്ളൊരു കാര്യവും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു യൂസ്ഫുൾ വീഡിയോ ആയി എന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലത്തെ നല്ല നല്ല ന്യൂസിനും ഇൻഫർമേഷനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.